ഹലോ ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. മഴയോട് മഴയാണ് നാട്ടിലെങ്ങും. കൊച്ചിയൊക്കെ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലുമാണ്. ചെറിയ സമയം കൊണ്ട് ഒരുപാട് മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായെന്ന് പറയുന്നു. ഒരു ലഘു മേഘവിസ്ഫോടനം കൊച്ചിയിൽ ഉണ്ടായി എന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ എറണാകുളം, കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 ആഴ്ച മുൻപ് വരെ തീച്ചൂടിൽ വെന്തുരുകി നമ്മൾ ഒരു തവണയെങ്കിലും ഒരു മഴ പെയ്തെങ്കിൽ എന്ന് പറഞ്ഞിടത്താണ് മഴ കണ്ട് ഇന്ന് നമ്മൾ പേടിച്ചു നിൽക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ അസാധാരണത്വം ഇനിയുള്ള കാലങ്ങളിലും ആവർത്തിച്ചേക്കാം എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ. എന്തായാലും മഴയുടെ ആകുലതകളും ആശങ്കകളും തൽക്കാലം നമുക്കവിടെ മാറ്റിവെക്കാം. മഴക്കാലത്തെ യാത്രകളെ കുറിച്ച് ഇനി കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം. പേടിപ്പിക്കുന്ന മഴയുള്ള സമയത്തെ യാത്രകളല്ല, സാധാരണ പതിഞ്ഞ മഴയുള്ള തണുപ്പുള്ള ഒരു നേരത്ത് പോകുന്ന യാത്രകൾ, മൺസൂൺ യാത്രകൾ. നിങ്ങൾ നടത്തിയ മഴക്കാല യാത്രകളെ ഒന്ന് ഓർത്തെടുത്തേ, അത് കമന്റ് ബോക്സിൽ എനിക്കൊന്ന് പങ്കുവച്ചേ. തിരിച്ച് ഞാൻ ചില മഴക്കാല കാഴ്ചകളും ചില മറ്റു ചില വിശേഷങ്ങളും തിരികെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ടർ. മഴ വന്നാൽ സുന്ദരമായ പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മഴ പെയ്താൽ മറ്റു ചില ഹോബികൾ പലർക്കും ഉണ്ടാകും. അത്തരമൊരു ഹോബിയെ കുറിച്ചാണ് ഇനി. മഴക്കാലം എത്തിയതോടെ പത്തനംതിട്ടക്കാർ മറ്റൊരു വൈബിലാണ്. ആറ്റിലും തോട്ടിലും പാടത്തും പുഞ്ചയിലുമൊക്കെ മീൻപിടുത്തക്കാരെ കൊണ്ടിപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പത്തനംതിട്ടയിലെ ആറന്മുളയിലെ മീൻപിടുത്ത വിശേഷങ്ങളിലേക്ക് ശ്രീകുമാരനും സംഘവും ഒരു യാത്ര പോവുകയാണ്. വെറുതെ ഒരു യാത്രയല്ല, അത്യാവശ്യം മീനൊക്കെ പിടിച്ചാണ് ആ യാത്ര. കാണാം. മഴക്കാലം പത്തനംതിട്ടയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുന്നു. എങ്ങും വെള്ളമാണ്. പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലുമൊക്കെ വെള്ളം കൂടിക്കഴിഞ്ഞു. ഇനി ഇവരുടെ ഉത്സവകാലമാണ്. ആ ഉത്സവകാലത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ റൈഡ് ചെയ്ത് പോകുന്നത്. മഴക്കാലമാണ് ആറ്റുമീൻ പിടുത്തക്കാരുടെ സന്തോഷകാലം, സുവർണകാലം. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ടയിലെ ആറന്മുളയിലെ പ്രമുഖ ചില്ലൻ വ്ലോഗ്സ്. ചില്ലൻ വ്ലോഗ്സിൻ്റെ കൂടെയാണ് ഇന്നത്തെ 24-ന്റെ യാത്ര. നമുക്ക് ഇവരുടെ മീൻപിടുത്ത വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. ചില്ലൻ വ്ലോഗ്സ്, ഈ വ്ലോഗ്സിൻ്റെ പേര് കുറച്ചു കാലം മുമ്പാണ് ഞാൻ കേട്ടത്. വെറും മീൻപിടുത്തം മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇതിൽ ഉണ്ടാവാറുള്ളത് എന്നാണ് പറയുന്നത്. ചില്ലൻ്റെ എല്ലാമായ ചില്ലൻ രതീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രതീഷ് ചേട്ടാ, നിങ്ങളെ ചില്ലൻ എന്ന് വിളിക്കുന്നതാണോ രതീഷ് എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ചില്ലാന്ന് വിളിച്ചോ. ചില്ലാൻ. എങ്ങനെ ഈ ചില്ലാൻ എന്നുള്ള പേര്? നമ്മളെ കൊച്ചിൽ നമ്മൾ ഏത് സമയത്ത് മരത്തിന്റെ മണ്ടൊക്കെ ഇരിക്കുമ്പോഴേ നമ്മൾ അയലക്കാരെല്ലാം പറയണം, ഇവൻ എപ്പോൾ നോക്കിയാലും ഈ മരത്തിന്റെ ജില്ലയിലായിരുന്നു. നമ്മൾ മാങ്ങായും ഇത് പറിക്കാനൊക്കെ കയറുമ്പോഴേ എപ്പോഴും കളിയാക്കി വിളിക്കണം. എപ്പോൾ നോക്കിയാലും ഈ മരത്തിന്റെ മണ്ടയ്ക്കാണല്ലോ, എന്ത് പറഞ്ഞു ചില്ലാന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് ഇട്ടു. അങ്ങനെ നമ്മൾ വ്ളോഗ് തുടങ്ങുന്ന സമയമായപ്പോഴത്തേന് ഒരു പേര് വേണമല്ലോ എന്ന് ഓർത്തപ്പോൾ ഈ ഇരട്ടപ്പേര് തന്നെ കിടക്കട്ടെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചില്ലാൻ പോകും. ഈ വ്ളോഗ് തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? ഈ പണ്ട് പോലെ ചെറുപ്പം പോലെ ഈ മീൻപിടുത്തം എത്ര വയസ്സ് മുതൽ തുടങ്ങിയത്? മീൻപിടുത്തം എനിക്ക് അറിയത്തില്ല. നമ്മൾ ഏകദേശം അറിവായ സമയം മുതൽ മീൻപിടുത്തമുണ്ട്. പക്ഷേ ഒരു വ്ളോഗായിട്ട് തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ എന്തായാലും പിടിക്കുമല്ലോ, എന്നാൽ പിന്നെ ഒരു 10 പേര് കാണട്ടത്. അങ്ങനെ അങ്ങ് തുടങ്ങി. അത് പറഞ്ഞു അമ്മയൊക്കെയാണ് പറഞ്ഞത്. അമ്മ അനിയന്മാർ, ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ തുടങ്ങിയൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങി. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ. ആറന്മുള പുഞ്ചയിലാണ്. നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. വലയിട്ടിട്ടുണ്ട്. നമുക്ക്
ചൂണ്ട മാത്രമല്ല വലയുണ്ട് നമ്മുടെ ചില്ലാന്. ആ വലയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കും വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇരയെക്കുരുത്തും ഒക്കെ ആയിരുന്നു മീൻപിടുത്തം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏറുചൂണ്ടകൾ വ്യാപകമാണ്. ഒരു ചൂണ്ടക്കടയുടെ മുതലാളിയാണ്, പക്ഷേ ചില്ലാൻ്റെ ഏറ്റെടുത്ത സുഹൃത്താണ്. എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രതീഷ് ചേട്ടൻ എൻ്റെ കസ്റ്റമറാണ്. എനിക്കൊരു ഷോപ്പുണ്ട്, കമോൺ ആംഗ്ലേഴ്സ് ഫിഷിംഗ് അറീന എന്നാണ് പേര്. തിരുവല്ല ടൗണിൽ തന്നെയാണ്. സോ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മണ്ണിരെ, അതായത് കിളച്ചിട്ട് മണ്ണിരെ നോക്കിയിരിക്കണം. അത് എറിഞ്ഞിട്ടിട്ട് ഒത്തിരി ടൈം എടുക്കുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആർട്ടിഫിഷ്യൽ ബൈറ്റ്സുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ, റീലുകൾ, മെഷീൻ ചൂണ്ട എന്ന് പറയും, സജീവമായിട്ട് പോകുന്നു. അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാനും, സത്യം പറഞ്ഞാൽ ഇതൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുട്ടികൾക്കാണേലും അല്ലേ, കുട്ടികൾക്കും ഇതൊരു എൻ്റർടൈൻമെൻറ്റാണ്. നീന്തൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ചെയ്യണം. മാനസിക സമ്മർദ്ദമുള്ളവർക്ക് ഡോക്ടർമാർ വരെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ് ഫിഷിംഗ് എന്ന് പറയുന്നുണ്ട്. അതിന് സത്യമാണെന്ന് ഞങ്ങൾക്കും ബോധ്യമായി. ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളും ചില്ലാനും അടക്കം ഫുൾ ടീം കടന്നു വരികയാണ്. കഴിഞ്ഞു. ഇനി അടുത്തയാഴ്ച അടുത്ത ഒരു സ്പോട്ടിൽ നമുക്ക് കാണാം, വിശേഷത്തിൽ നമുക്ക് കാണാം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണിനും ഒപ്പം ശ്രീ ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. എങ്ങനെയുണ്ട് ആറന്മുളയിലെ വൈബ്? പൊളിയല്ലേ? അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. ഈ വിഷ്വൽസൊക്കെ കണ്ടപ്പോൾ ഒരു നാട്ടിലേക്ക് പോകാനുള്ള കൊതി വരുന്നൊക്കെയുള്ള ഒരുപാട് കമൻസുകൾ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് യാത്രകൾ പോയ ഓർമ്മകളൊന്നും ഇല്ല എന്ന് ആമിന പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ വന്നിട്ടുണ്ടോ? മഴക്കാലത്ത് കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ, വരൂ ഒരിക്കലെന്ന് ജിനു പറയുന്നു. വരാം, റൈഡിംഗ് റിപ്പോർട്ടർ ആ ഭാഗത്തേക്കും എന്തായാലും യാത്ര ചെയ്യും. അങ്ങനെ ഒരുപാട് പേർ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് വിവരങ്ങളെല്ലാം തന്നെ. അപ്പോൾ മഴയാണ്, പുറത്ത് സ്റ്റുഡിയോയ്ക്ക് പുറത്തും നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരെ കണ്ണൂരേക്ക് പോകുന്നു. ഇപ്പോൾ ഉച്ചസമയമാണ്. മഴയത്ത് നല്ല ചായ കുടിക്കാൻ ആഗ്രഹിക്കാറുണ്ടോ നിങ്ങൾ? ഉച്ചസമയത്ത് ഭക്ഷണം നന്നായിട്ട് ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ചിലപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയത്ത് തണുത്തിരിക്കുന്ന കാലാവസ്ഥയിൽ ഒരു ചായ, ഒരു കടുപ്പമുള്ള ചായ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ചായക്കടയിലേക്ക് പോവുകയാണ്. വെറും ചായക്കടയല്ല, ഒരു 100 ആണ്ട് പഴക്കമുള്ള കണ്ണൂരിലെ ഒരു ചായക്കട. അപ്പോൾ നിങ്ങൾ പറയും, നേരത്തെ ഉണ്ടായിരുന്നില്ല ഇതുപോലെ ചായക്കട ഉണ്ടായിരുന്നു, അത് തൃശ്ശൂർ പാടൂരിലാണ്, ഇത് കണ്ണൂരിലാണ്, ചൊവ്വയിലൊരു ചായക്കട. അവിടേക്ക് നമ്മൾ പോകും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ട് തുടരുകയാണ്. അപ്പോൾ ഇടവേള പോകുമ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞ ചായക്കടയിലേക്കാണ് നമ്മുടെ യാത്ര. ഒരുപാട് പേർ വീണ്ടും കമന്റുകൾ അയക്കുന്നു. ജംസീന പറയുന്നു, ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് കണ്ണിനും മനസ്സിനും തണുപ്പ് പകരുന്ന കാഴ്ചയാണ് നേരത്തെ കണ്ടതെന്ന് പറയുന്നു. താങ്ക് യു 24 എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇത്തരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപാട് പേർ പറയുന്നുണ്ട് മറ്റു പല സ്ഥലങ്ങളെയും കുറിച്ച്. ദാ മാമലകണ്ടത്തേക്കൊന്ന് വായോ എന്ന് പറയുന്നു വർഗീസ് തട്ടേക്കാട്. മഴയത്ത് ഒരു റൈഡ് പോകാൻ ബെസ്റ്റാ എന്ന് പറയുന്നു. ശരി, ആ ഭാഗത്തേക്ക് നമ്മൾ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ ചായക്കടയിലേക്കാണ്. 100 ആണ്ടിന്റെ ചായക്കട. ഇതങ്ങ് ചൊവ്വയിലാണ്. ഏതോടെ അവിടെയല്ല, കണ്ണൂരിലെ താഴെ ചൊവ്വയിൽ. സജോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചൊവ്വയിലേക്കാണ് ഇന്നത്തെ കണ്ണൂരിലെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ചൊവ്വ ഗ്രഹത്തിലേക്കല്ല,
ചൊവ്വ, ഇടച്ചൊവ്വ, മേലെ ചൊവ്വ, താഴെ ചൊവ്വ എന്നിവയെല്ലാം കണ്ണൂരിലെ ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു കിഡിലൻ ഫുഡ് സ്പോട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഒരു നൂറ്റാണ്ട് നീണ്ട കഥ പറയാനുണ്ട് കറുവേട്ടന്റെ കാപ്പിക്കടയ്ക്ക്. കറുവേട്ടന്റെ മക്കളാണ് ഇപ്പോൾ കടയുടെ നടത്തിപ്പ്. ഇതാണ് നേരത്തെ പറഞ്ഞ താഴെ ചൊവ്വയിലെ ആ സ്പെഷ്യൽ സ്ഥലം, കറുവേട്ടന്റെ കാപ്പിക്കട. കൗതുകം നിറഞ്ഞ ധാരാളം സവിശേഷതകളുള്ള ഒരുപാട് പാരമ്പര്യമുള്ള കൊച്ചു കടയാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകളെന്ന് നോക്കാം. കപ്പ, കാപ്പി, അച്ചാർ. അതാണ് സ്പെഷ്യൽ. പിന്നെ ഉച്ചക്ക് കഞ്ഞി, ചെറുപയർ പൊയ്ക്ക്. ഫേമസ് കപ്പയും അച്ചാറും കാപ്പിയാണ് കേട്ടത്. അതെ അങ്ങനെ തന്നെ. ഞാൻ കേട്ടത് ഒരുപാട് വർഷത്തെ പഴക്കൊണ്ട് ഈ കടയ്ക്കാണോ? അച്ഛൻ തുടങ്ങി വെച്ച് മക്കളാൽ അത് അങ്ങ് തുറന്ന് കൊണ്ടുപോകുന്നു. എത്ര വർഷമായിക്കാണ് ഏകദേശം? 100 വർഷം ഏകദേശം ആയിട്ടുണ്ടാവും. 100 കഴിഞ്ഞു എനിക്ക് തോന്നുന്നത്. അച്ഛൻ തുടങ്ങി വെച്ചത് മക്കളാൽ അത് തുറന്ന് കൊണ്ടുപോകും. അതിന് വേറെ ഒരു ഫോട്ടോ വെച്ചാണ്. ആ പഴമേനെ കാത്തു സൂക്ഷിക്കുക, അതാണ് നമ്മൾ മെയിൻ ലക്ഷ്യം. കാരണം അങ്ങനെയാകുമ്പോൾ എല്ലാം നമുക്ക് അടിച്ചു നടത്തിയിട്ട് നമുക്കെല്ലാം ചെയ്തൂടെ? വേണ്ട, ആ പഴമേനെ നിലനിർത്തുക. അച്ഛൻ്റെ ആ ഇത് എങ്ങനെയാണ് അതുപോലെ കൊണ്ടുവരും. കപ്പയും അച്ചാറും കാപ്പിയുമാണ് സ്പെഷ്യൽ. വിഭവങ്ങൾ വേറെയുമുണ്ട്. മധുര പലഹാരങ്ങൾ മുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ വരെ ഈ കൊച്ചുകടയിൽ ലഭിക്കും. പഴമയുടെ തുടർച്ച. നല്ല അഭിപ്രായം പറയാനുള്ളൂ. കിഴങ്ങൊക്കെ നല്ല ചുക്ക് കാപ്പിയുണ്ട്. ആവശ്യമുള്ള മുറുക്ക്, അവില്, മിക്സ്ചർ എല്ലാം മിക്സാക്കി കഴിക്കുമെന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മറ്റുള്ള പുറത്ത് പോയിട്ട് മറ്റേ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് വയറുവേദന അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമില്ല, നാച്ചുറൽ ഫുഡാണ്. വീട് രാവിലെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്ക് കാപ്പിയും കഴിച്ചു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം കഴിച്ചതിന് അതുവരെ ഉണ്ടാവും കുടലിൽ. നല്ല ശാപ്പാടാണ്. പഴയ കാലേ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നതാണ്. എൻ്റെ ചെറുപ്പം മുതലേ കഴിക്കുന്നത്. കപ്പി അച്ചാറും കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വേറെ ഒന്നും കഴിക്കണ്ട. ഇവിടെ പല പ്രത്യേകതയുള്ള ഐറ്റംസും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പയും അച്ചാറും കാപ്പിയാണ്. കാപ്പിയും കൂടെ തരണേ. കാപ്പിയും നമുക്ക് നോക്കാം. വേറെ ഇവിടെ മിക്സറുണ്ട്, അവിലുണ്ട്, അങ്ങനെയുള്ള പല കഞ്ഞിയുണ്ട്, പല ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഐറ്റം മാത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ഐറ്റമാണ്. ഇവിടെ വന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവിടെ 2 തരം കാപ്പിയാണുള്ളത്. ഒന്ന് വെള്ളക്കാപ്പി, ചുക്ക് കാപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞത് വെള്ളക്കാപ്പിയാണ്. വെള്ളക്കാപ്പി ഒന്ന് കുടിച്ചു നോക്കാം. കൊള്ളാട്ടോ, ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും. ഒരു പരമ്പരാഗത ശൈലിയിലുള്ള കാപ്പിയാണ്. പല സ്ഥലത്തും പല വ്യത്യസ്ത സ്റ്റൈലുകളിലുണ്ട്. അതിൽ ഒരു പരമ്പരാഗത ശൈലിയാണ്. കൊള്ളാം, അടിപൊളിയായി. ഞാൻ 1973 കടയായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ അന്ന് ഇതേമാതിരി തന്നെ എല്ലാ ഐറ്റംസും തുണിത്തരങ്ങളും എല്ലാം, അതായത് മുട്ടുസൂചി മുതൽ സകല സാധനങ്ങളും ഈ ചെറിയ കടയിലുണ്ടായി. കുറഞ്ഞ പൈസക്ക് കുറഞ്ഞ ചിലവിൽ അന്ന് നല്ല ഭക്ഷണം നമുക്ക് കവർ ചെയ്യാറുണ്ട്. ഇന്നും അതിൽ മാറ്റമൊന്നുമില്ല. ന്യൂജൻ ഫുഡ് സ്പോട്ടുകളുടെ കാലമാണ്. അതിനിടയിൽ ഇങ്ങനെ പഴമയുടെ രുചിയും സൗന്ദര്യവും പ്രസരിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. ഒരു ബോർഡോ പേരോ ഇല്ലാതിരുന്നിട്ട് പോലും
കറുവേട്ടന്റെ കട കാലത്തെ അതിജീവിച്ച് അങ്ങനെ തുടരുകയാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. ഇപ്പൊ പുള്ളിയല്ലേ ചൊവ്വയിലെ നൂറ്റാണ്ടിന്റെ ചായക്കട. അപ്പൊ അതിനകത്ത് വെല്ലമിട്ട ചായ എന്ന് സജോ പറഞ്ഞു. അത് മനസ്സിലായോ എന്താണെന്ന്? ഈ വെല്ലം എന്ന കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ വെല്ലം എന്ന് വെച്ചാൽ ശർക്കരയാണ്, ശർക്കര ഇട്ട ചായ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കും വരൂ റൈഡിംഗ് റിപ്പോർട്ടറുമായി എന്നാണ് പറയുന്നത്. ഇടുക്കി കുളമാവ് മൂന്നുമറ്റത്തേക്ക് വന്നോളൂ, മഴക്കാലത്ത് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ടിനു തോമസ് പറയുന്നു. അങ്ങനെ ഇടുക്കിയിലേക്ക് ഒരുപാട് ക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ജില്ലകളിലേക്കും ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വരണമെന്നൊക്കെ. വരും, ഓരോന്നോരോന്നായി നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു കാര്യം പറയാം. ചേറും ചെറാടിയും പറഞ്ഞൊരു കാര്യമുണ്ട്. നട്ടുച്ചയ്ക്ക്, അതൊരു ഓർമ്മ പങ്കുവെക്കുകയാണ് ചേറും ചെറാടിയും. നട്ടുച്ചയ്ക്ക് ഇരുട്ട് പരത്തുന്ന പെരുമഴയിൽ ഓടിട്ട എൻ്റെ പഴയ വീടിൻ്റെ വരാന്തയിൽ അപ്പൂപ്പൻ്റെ ചാറ് കസേരയ്ക്ക് താഴെ ഇരുന്ന് നല്ല ചൂട് കപ്പലണ്ടിയും കട്ടൻ കാപ്പിയും കുടിച്ചൊരു കാലം ഇന്നീ മരുഭൂമിയിൽ ഇരുന്ന് ഓർക്കുന്നു എന്ന് പറയുന്നു ചേറും ചെറാടിയും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഈ മഴക്കാലത്തെയും മഴക്കാല ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരും. അത്തരം ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട്. തൽക്കാലം ഇന്ന് റൈഡിംഗ് റിപ്പോർട്ട് നിർത്തുകയാണ്. ഇപ്പോൾ പോലീസ് ഡേയുടെ നേരം. ആൻ മരിയ സണിച്ചേരും പ്രേക്ഷകർക്കൊപ്പം കൂടെ.